എല്ലാവർക്കും ഷജിലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. ബീഫ് മന്തിയാണ് ഇവിടെ ഞാൻ തയ്യാറാക്കുന്നത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. 2 കിലോ ബീഫാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വലുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ബീഫിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 4 ഏലക്കായ, 2 പട്ട, 4 ഗ്രാമ്പു ഒക്കെ എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മന്തി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ബീഫിൻ്റെ സ്റ്റോക്കാണ്. നിങ്ങൾക്ക് ചിക്കൻ സ്റ്റോക്ക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ബീഫ് സ്റ്റോക്കൊക്കെ ചേർത്തത് കൊണ്ട് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ബീഫ് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഈ വെള്ളത്തിലാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്യണത്. ഇനി റൈസ് കുക്ക് ചെയ്തെടുക്കാം. മന്തിയുടെ കൂടെ സെർവ് ചെയ്യാൻ നമുക്കൊരു ഗാർലിക് സോസ് തയ്യാറാക്കിയെടുക്കാം. അതിനൊരു കപ്പ് പാല് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ല തണുത്ത പാലാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. 2 പീസ് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത്, 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇതിൽ കോഴിമുട്ട ചേർത്ത് കൊടുക്കാതെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് ഓയിലാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുത്തത് പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇതുപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഗാർലിക് വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. കോഴിമുട്ടൊന്നും ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. മന്തിൻ്റെ കൂടെയും ഗ്രില്ലഡ് ചിക്കൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. 6 ഗ്ലാസ് ബസ്മതി റൈസാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി സോക്ക് ചെയ്ത് വെച്ചതാണ്. ബീഫ് കുക്ക് ചെയ്ത സ്റ്റോക്കിലാണ് മന്തി റൈസ് തയ്യാറാക്കുന്നത്. 6 ഗ്ലാസ് ബസ്മതി റൈസാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ബീഫ് ഫ്രൈ ചെയ്തെടുക്കാൻ ഈ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറിലാണ് ബീഫ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് ബട്ടറിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. ഇപ്പോൾ ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ബീഫ് ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ബീഫ് 2 ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ മന്തി റൈസും ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ദം ചെയ്യാം. ഇപ്പോൾ എല്ലാ റൈസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് സാഫ്രോൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് ഫ്രൈ ചെയ്ത ബീഫ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ബീഫൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ പച്ചമുളക് വെച്ച് കൊടുക്കാം.
അലുമിനിയം ഫോയിൽ ഇതുപോലെ ഞാനൊരു ബൗൾ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചാർക്കോൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു അലുമിനിയം ഫോയിൽ കൊണ്ട് നന്നായി കവർ ചെയ്ത് ദം ചെയ്യാൻ വെക്കാം. ഇപ്പോൾ മന്തി ഞാൻ ദം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ മന്തി പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ ബീഫ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ബീഫ് മന്തി ഞാനൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ വൈറ്റ് സോസും ടൊമാറ്റോ ചട്നിയൊക്കെ സെർവ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം.